അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിസിനസിന്റെ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്, പപ്പായ പൗഡർ ഫേഷ്യൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ബീട്രൂട്ടിന്റെ ഫേസ് പാക്ക്, മൈലാഞ്ചിപ്പൊടി, പൽപ്പൊടി, ടാങ്ക്, ഉടവാഴയ്ക്ക. അപ്പൊ ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി നമ്മൾ ഒരു വീട്ടിൽ നിന്ന് വിൽക്കുന്ന സമയത്ത് എന്തൊക്കെ ലൈസൻസ് ആണ് എടുക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത് എന്നാണ് ആദ്യം. നമ്മൾ ഇപ്പൊ പഞ്ചായത്ത് ലൈസൻസ്, MSME ലൈസൻസ്, ഉദ്യം ലൈസൻസ്, അതുപോലെ ഡ്രഗ് ലൈസൻസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ FFSI, ഇതുപോലുള്ള ലൈസൻസുകൾ എടുക്കുന്നത് നമ്മൾ ആ നിയമത്തിന്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംരക്ഷണം ലഭിക്കും. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള നമുക്ക് ഗുണം. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിയമമൊക്കെ മാറ്റം വന്നത് 2020 നമ്മുടെ കോവിഡിന്റെ ആ കാലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നിയമങ്ങൾ മാറ്റം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കിട്ടുന്ന എന്ത് പ്രൊഡക്റ്റും വാങ്ങാതെ നമുക്ക് അറിയുന്ന പ്രൊഡക്റ്റുകൾ അല്ലെ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാൻ ജനങ്ങൾ തുടങ്ങി. അപ്പൊ അന്വേഷിച്ച് മേടിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്, നമുക്ക് പരിചയക്കാർക്ക് നമുക്കത് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്താണ് ഗവൺമെന്റുകൾ ഇതിന്റെ നിയമത്തിൽ പരിഷ്കാരം വരുത്തി. അതിനു മുമ്പൊക്കെ നമുക്ക് ഒരു പഞ്ചായത്ത് ലൈസൻസ് അല്ലാതെ വേറൊന്നും ഇല്ല. അപ്പൊ ബുദ്ധിമുട്ട്. ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം ഉദ്യം രജിസ്ട്രേഷൻ എടുത്താൽ മതി. അത് ലൈസൻസ് അല്ല, ഒരു രജിസ്ട്രേഷൻ ആണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഒരു മൊബൈലിൽ സിം ഇടുന്നുണ്ടെങ്കിൽ അതിനൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ ആധാറിന് രജിസ്ട്രേഷൻ. അപ്പൊ അതുപോലെ അത്രയും പോലും ഒരു ആധാർ കാർഡ് നമ്മൾ എടുക്കുന്ന അത്രയും പോലും ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഒരു ബിസിനസ് രജിസ്ട്രേഷൻ. ഒന്നെങ്കിലും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നോ മൊബൈലിൽ തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറും മതി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്യോഗ ആധാറിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യും. ഉദ്യം രജിസ്ട്രേഷൻ എന്നാണ്. ആ ഉദ്യം രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ എല്ലാം ഓൺലൈനായിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് നേരിട്ട് അക്ഷയയിൽ പോയിട്ട് ഇത് ചെയ്യാനുള്ള സാഹചര്യമോ അറിവോ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മറ്റേ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവര് തന്നെ അത് ചെയ്തു തരും. അപ്പൊ നമുക്ക് രജിസ്ട്രേഷനെ കുറിച്ച് ഒരു ബിസിനസിന്റെ ഇതില് ഈ രജിസ്ട്രേഷനിൽ നമുക്ക് സേവന മേഖല അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ, അത് ഏത് പ്രൊഡക്ഷൻ എന്നില്ല. അപ്പോൾ എന്തും 2020 ജൂലൈ 1 മുതലാണ് ഇതെല്ലാം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളെ മൂന്നാക്കി, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായം. ഈ മൂന്നിലും കൂടെ കൂടിയിട്ട് നമുക്ക് 50 കോടി രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന എല്ലാ വ്യവസായങ്ങളും ചെയ്യാം. സൂക്ഷ്മ വ്യവസായത്തിന് 1 കോടി രൂപ വരെ, ചെറുകിട വ്യവസായം 10 കോടി വരെ, 50 കോടി വരെ, 50 കോടി 250 കോടി വാർഷിക വിറ്റുവരവ് വരെ ചെയ്യാം. അപ്പോൾ ഇതില് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇപ്പം ഉള്ളത് FSSI. ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് FFSIയുടെ ലൈസൻസ് എടുക്കേണ്ട, നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഉദ്യോഗ രജിസ്ട്രേഷന്റെ ഒരു ഫോമും നമ്മുടെ ആധാർ കാർഡും ഒരു ഫോട്ടോയും. ഇതുണ്ടെങ്കിൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് നേരിട്ട് ആരെങ്കിലും മൊബൈലിൽ നിന്നോ ഇതിന്റെ ഈ ഫുഡിന്റെ കാര്യങ്ങൾക്ക് ഇത് മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ തുടങ്ങാം. പക്ഷെ ഇതുപോലെയുള്ള നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ അതിന് ഈ രജിസ്ട്രേഷനേക്കാൾ ഒരു ഇതും കൂടെ വേണം. ഡ്രഗ് കൺട്രോൾ ബോർഡിന്റെ ഒരു ലൈസൻസ് കൂടി നമുക്ക് ഇതിനകത്ത് ആവശ്യം. അപ്പൊ അത് ലഭിക്കണമെങ്കിൽ നമുക്ക് 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് വേണം. അപ്പൊ 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ്, പിന്നെ അതിന് ഒരു സ്റ്റോർ റൂം, പ്രിപ്പറേഷൻ റൂം, പിന്നെ ഇതിനൊരു ലാബ് റൂം. അത് മാത്രമല്ല, ഇത് തുടങ്ങണമെങ്കിൽ ഒരു ലാബ് അസിസ്റ്റന്റ്. അത് നമ്മള് +2 സയൻസ് ഗ്രൂപ്പ് പഠിച്ച ഒരാള് അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു കടലാസ്. ഇത്രയുമാണ് വേണ്ടത്. അപ്പൊ അത് നമുക്ക് തുടക്കത്തിൽ ഇതൊക്കെ വലിയ 1200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, അതില് ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു തുക. അപ്പൊ അതിന് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് നമ്മള് ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കാതെ നമ്മള് ഒരു സാധാരണ ഉദ്യോഗ രജിസ്ട്രേഷൻ എടുക്കുക, അതുപോലെ തന്നെ FFSI ലൈസൻസ് എടുക്കുക. അതിനുശേഷം നമ്മളിതൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഇറക്കാം, ആ രീതിയിൽ ഇറക്കാം. അതായത് നമ്മള് ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്യാതിരുന്നത് തൽക്കാലത്തേക്കുള്ള കാര്യമാണ് പറയുന്നത്. ഈ പ്രൊഡക്റ്റുകൾ ചെയ്യാൻ ഏറ്റവും എളുപ്പ വഴി ഇതാണ്. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട ഒന്നാണ്
പാക്കിംഗ് ലൈസൻസ്. ഈ പാക്കർ ലൈസൻസ് വരുന്നത് ലീഗൽ മെട്രോളജി നോക്കാം. അതിന് 3 മാസം മുതൽ 6 മാസം വരെ കാലതാമസം നേരിടാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് നോക്കിയാൽ നമുക്കിപ്പോൾ ആ ഒരു സ്ഥാപനം, ഒരു വീട്ടിൽ, ഒരു നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് ഒരു റൂം ഉണ്ടാവണം, അതിനൊരുമായിട്ടൊരു റൂം ഉണ്ടാവണം, വളരെ വൃത്തിയോടെ കൈകാര്യം ചെയ്യണം, നല്ല പാക്കിംഗ് ആയിരിക്കണം, നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക, നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക. സോഷ്യൽ മീഡിയ വഴിയോ അയൽക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ്. പണ്ട് നമ്മളൊരു 10-20 വർഷം മുമ്പ് നേരിട്ട് വീടുകളിൽ കൊണ്ട് കൊടുക്കുന്ന അതേ രീതി തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ ഇതെല്ലാം ബിസിനസ്സിന് നമ്മൾ ഒരുപാട് പണം മുടക്കുക. ആ പണം നമുക്കൊരു ബാധ്യതയായിരിക്കും. അപ്പൊ നമുക്ക് പരമാവധി പണം മുടക്ക് കുറച്ച് കണ്ടെത്തി ചെയ്യാൻ നോക്കും. അപ്പൊ അതൊക്കെയാണ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ഈ ലൈസൻസിനെ കുറിച്ചോ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചോ അധികം ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇപ്പൊ ഓരോ മാസം കഴിയുമ്പോൾ ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പ്രൊഡക്റ്റ് ആദ്യം കണ്ടെത്തുക. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള ഒരു താല്പര്യമുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഒരു വിജയകരമായ വിപണിയിൽ എത്തിക്കണമെങ്കിൽ അതിന് ഒരുപാട് വർക്കുകൾ ആവശ്യമുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. 100% കൃത്യതയോടെ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാം. അതുകൊണ്ട് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഒരു തരത്തിലുള്ള ടെൻഷനും വേണ്ട, ഒട്ടും വേണ്ട. അപ്പോൾ ഇതുപോലെയുള്ള സാധാരണ ബിസിനസ്സുകാരെ സഹായിക്കുന്ന വീഡിയോകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുക, ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.